പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 2-ാം വാക്യം. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. കർത്താവിൻ്റെ അത്യുന്നത നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ, യേശുവിൻ്റെ ശുശ്രൂഷ കാലത്തെ ഒരു സംഭവത്തെക്കുറിച്ചാണ് യോഹന്നാൻ വിവരിക്കുന്നത്. കർത്താവ് രോഗികളിൽ ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടപ്പോൾ ദേശത്ത് യഹൂദ്യ നാടുകളിൽ, ജെറുസലേം വീഥികളിൽ, പലസ്തീൻ നാടുകളിലൊക്കെയും വലിയൊരു കേൾവിയുണ്ടായി. രോഗികളെ വിടുതലാക്കുന്നവൻ, സൗജന്യമായി സൗഖ്യം കൊടുക്കുന്നവൻ, അനേകം മാറാ രോഗങ്ങൾക്ക് വിടുതൽ കൊടുക്കുന്നവൻ എന്നു വേണ്ട ഏതെല്ലാം രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രചരിക്കാമോ ആ രീതിയിലെല്ലാം കർത്താവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് വലിയ പ്രചരണങ്ങൾ നടന്നു. ജനങ്ങൾ ആർത്തു വരുവാൻ തുടങ്ങി. ഒരു വലിയ ജനക്കൂട്ടം കർത്താവിൻ്റെ മുൻപിൽ ഓടി വരുന്നത് യേശു ഒരു മലയുടെ മുകളിൽ നിന്നുകൊണ്ട് കണ്ടപ്പോൾ കർത്താവിൻ്റെ മനസ്സലിഞ്ഞു. ഇവർക്ക് ഭക്ഷിപ്പാൻ എവിടെ നിന്ന് കൊടുക്കും? അതൊരു വലിയൊരു പ്രശ്നമായി. ഫിലിപ്പോസിനോടും ശിഷ്യന്മാരോടുമൊക്കെ ആലോചിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ 5 അപ്പം കൊണ്ട് 5000 പേരെ കർത്താവ് ഒരു ദിവസം പോഷിപ്പിച്ചു. 5000 പുരുഷന്മാരെന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ സ്ത്രീകളും കുട്ടികളും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് തീർച്ചയായിട്ടും ഒരു 10000 പേരിൽ കൂടുതൽ ജനങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അവർ വേണ്ടുവോളം ഭക്ഷിച്ചു. അവർക്ക് തൃപ്തിയായ ശേഷം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, അല്പമല്ല കർത്താവ് കൊടുത്തത്, വേണ്ടുവോളം. അങ്ങനെ തന്നെ മീനും വേണ്ടുവോളം കർത്താവ് കൊടുത്തു. അവർ ഭക്ഷിച്ചു, തൃപ്തിയായി. ആ ദിവസം അങ്ങനെ കടന്നുപോയി. എന്നാൽ പിറ്റേ ദിവസത്തെ സംഭവം കൂടെ അതേ അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. ആ 6-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നാൽ കർത്താവ് വാഴ്ത്തിയിട്ട് അപ്പം തിന്ന സ്ഥലം, ആ സ്ഥലത്തിനരികെ തിബരിയാസ് കടൽക്കരയിൽ നിന്നും ധാരാളം ജനങ്ങൾ വന്നുകൂടുവാൻ തുടങ്ങി. നോക്കിയപ്പോൾ കർത്താവും അവിടെയില്ല, ശിഷ്യന്മാരും അവിടെയില്ല. അവരുടെ ദൃഷ്ടിയിൽ വളരെ അതിശയം. എവിടെ പോയി കർത്താവ്? ഇന്നലെ ഇതുപോലെ സമയത്ത് അപ്പം വാഴ്ത്തി നുറുക്കി ജനങ്ങൾക്ക് കൊടുത്തു, തൃപ്തിയായി, എല്ലാവരും ഭക്ഷിച്ചു. ഇന്നലത്തെ ദിവസങ്ങളിൽ അവർ ആത്മാവിൽ ദരിദ്രരായി ഓടിയെങ്കിൽ ഇന്നത്തെ ദിവസത്തിൽ അവർ അവരുടെ ജഡത്തിന് വേണ്ടി ഓടുന്നവരാണ്, തൃപ്തിക്ക് വേണ്ടി ഓടുന്നവരാണ്, വിശപ്പിന് വേണ്ടി ഓടുന്നവരാണ്. അങ്ങനെ അവർ ഓടിയപ്പോൾ അവിടെ യേശു ഇല്ല, ശിഷ്യന്മാരുമില്ല, ഉപദേശവും ഇല്ല, പ്രസംഗവും ഇല്ല, ഒന്നുമില്ല. കാലിയായിട്ടുള്ള സ്ഥലങ്ങൾ അവിടെ കിടക്കുന്നു. ഒരു പടക് മാത്രം, ആരും കയറാത്ത ഒരു പടക് മാത്രം തിരയടിച്ച് ഇങ്ങനെ കരയോട് ചേർന്ന് കിടക്കുകയാണ്. യേശുവിനെ കണ്ടില്ല, ശിഷ്യന്മാരെ കണ്ടില്ല. വന്നവർക്കൊക്കെ ഒരു സംശയം, അവർക്ക് തെറ്റുപറ്റിപ്പോയോ? ഇല്ല, വീണ്ടും അവർ ഉറപ്പിച്ചു, തിബരിയാസ് കടൽക്കരയ്ക്കൽ തന്നെയാണ് കർത്താവ് അത് ചെയ്തത്. അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ കർത്താവിനെ കാണാതെ വന്നപ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരായി ദേശത്തെല്ലായിടവും അന്വേഷിച്ചു, യേശു എവിടെ? അന്വേഷിച്ചൊടുവിൽ അവർ കഫർന്നഹൂമിൽ യേശുവിനെ കണ്ടെത്തി. കർത്താവിൻ്റെ അടുത്ത് ചെന്ന് പുകഴ്ത്തുവാൻ തുടങ്ങി. ഗുരു, നിന്നെ ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചു, ഞങ്ങൾ നോക്കാത്ത സ്ഥലങ്ങളില്ല. അയ്യോ, ഞങ്ങൾ എന്തുമാത്രം പാടുപെട്ടു, മനോവിഷമം ഉണ്ടായി നിന്നെ കാണാഞ്ഞിട്ട്. പക്ഷെങ്കിൽ അവരുടെ രോഗം കർത്താവിന് മനസ്സിലായി. ആത്മാവിൽ ദരിദ്രരായിട്ട് വന്നിട്ടുള്ള ജനങ്ങളല്ല അവരെന്ന് കർത്താവിന് മനസ്സിലായി. ഇന്നലത്തെ ദിവസങ്ങളിൽ അനേക രോഗികളുടെ വിടുതൽ കണ്ടു കൂടിയപ്പോൾ അവിടെ കൂടി വന്ന ജനങ്ങളിൽ പലരും ദാഹമുള്ളവരും വിശപ്പുള്ളവരുമായിരുന്നു. അവർക്ക് തൃപ്തിയായി ഭക്ഷിച്ചപ്പോൾ ഇതിനെ അവർ ഒരാദായ സൂത്രമെന്ന് കരുതി ഇന്ന് അവർ ഭക്ഷണത്തിന് വേണ്ടി എത്തിയിരിക്കുകയാണെന്ന് കർത്താവിന് ആത്മാവിൽ ബോധ്യമുണ്ടായി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അവരുടെ മനസ്സറിഞ്ഞ് കർത്താവ് അവരോട് പറയുകയാണ്, ഇന്നലെ നിങ്ങൾ എന്നെ തേടിയത്, തിബരിയാസ് കടൽക്കരയ്ക്കിൽ തേടിയത് ആത്മാവിൽ ദരിദ്രരായതുകൊണ്ടാണ്. ഇന്നലെ ഞാൻ ചെയ്തതായ അത്ഭുതം, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് നിന്റെ ബലഹീനതയും നിന്റെ ആവശ്യത്തെയും അറിഞ്ഞുകൊണ്ടാണ്.
നീ ക്ഷീണിതനായിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ടാണ്, നീ ബലഹീനനായിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ടാണ്, നിനക്ക് വേറെ ഒരു നിവൃത്തിയുമില്ല എന്നറിഞ്ഞുകൊണ്ട് ഞാൻ ചില അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി അവിടെ ചെയ്തു, നിന്നെ തൃപ്തനാക്കി. എന്നാൽ ഇന്ന് നീ അത്ഭുതത്തിന് വേണ്ടി അല്ല, ഇന്ന് ജഡത്തിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി എന്നെ തേടി അലയുന്നവനായി നീ മാറി എന്ന് കർത്താവിന് മനസ്സിലായി. ഒരു കൂട്ടം ജനങ്ങൾ അങ്ങനെ മാറി. എങ്കിലും ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് ഒരു കാര്യം ബോധിപ്പിക്കുവാനുണ്ട്. എന്താണെന്നറിയാമോ? അങ്ങനെ ഓടിയവരെയും ആശയം മാറ്റിയവരെയും കർത്താവ് തള്ളിക്കളയാതെ അവരെ ചേർത്തുകൊണ്ട് അവരോട് പറയുകയാണ്, നോക്കൂ, ഇന്നലെ നിങ്ങൾ ഭക്ഷിച്ചത് നശിച്ചു പോകുന്ന ആഹാരമായിരുന്നു. അത് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വിശപ്പുണ്ടാകും, വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ക്ഷീണമുണ്ടാകും. അത് നിങ്ങൾ ജഡത്തിൻ്റെ ആഹാരമായി നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ, കൈക്കൊള്ളുമ്പോൾ അത് നിങ്ങൾക്ക് വിടുതലിനെ തരികയില്ല. എന്നാൽ നശിച്ചു പോകാത്തതായ നിത്യജീവിങ്കിലേക്ക് നിലനിൽക്കുന്നതായ ഒരാഹാരമുണ്ട്. അതിനെക്കുറിച്ചുള്ളതായ ഒരു വിവരണം കർത്താവ് അവർക്ക് കൊടുത്തു. യഥാർത്ഥമായ സുവിശേഷം അവരുടെ കാതുകളിൽ എത്തിച്ചു. അങ്ങനെ ജനങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി ഓടിയിരുന്ന ഒരു കൂട്ടം ജനങ്ങൾ നിത്യജീവികളിലേക്ക് നിലനിൽക്കുന്ന ആ ഉറവയ്ക്ക് വേണ്ടി, ആ ആഹാരത്തിന് വേണ്ടി, മനുഷ്യപുത്രന് കൊടുക്കുവാൻ അധികാരമുള്ള ആ ആഹാരത്തിന് വേണ്ടി ഓടുന്ന ജനങ്ങളായി മാറ്റപ്പെട്ടു. കർത്താവിൻ്റെ സുവിശേഷം അവരെ അങ്ങനെ മാറ്റി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതേ ജനക്കൂട്ടത്തെ ആത്മാവ് ഒരു കാര്യം ചോദിക്കുകയാണ്. അതേ ജനക്കൂട്ടത്തെ അങ്ങനെ ഒരു അനുഭവത്തോടു കൂടി നമ്മുടെ മുൻപിൽ പറഞ്ഞു വിട്ടാൽ നമ്മൾ എന്തായിരിക്കും ആ ജനങ്ങളോട് ചെയ്യുന്നത്? ഇന്ന് നിങ്ങൾ ഭക്ഷിപ്പാൻ വന്നിരിക്കുകയല്ലേ, വിശപ്പടക്കാൻ വന്നിരിക്കുകയല്ലേ, സൗജന്യമായി ഭക്ഷിപ്പാൻ വന്നതല്ലേ എന്ന് പറഞ്ഞ് നാം അവരെ അവഹേളിക്കും. അവരുടെ തെറ്റുകളെയും കുറവുകളെയും നമ്മൾ എടുത്ത് കാണിച്ചും കൊണ്ട് അവരെ ലജ്ജിപ്പിച്ച് പറഞ്ഞയക്കും. എന്നാൽ യേശു അങ്ങനെ ചെയ്തില്ല. യേശു പറഞ്ഞത് അവർക്ക് പറ്റിയതായ അബദ്ധത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് അവരെ നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി ഓടുന്ന ജനങ്ങളാക്കി അവരെ മാറ്റി. അവരത് ഉൾക്കൊണ്ടു. മനുഷ്യപുത്രൻ കൊടുക്കുന്ന ആഹാരത്തെക്കുറിച്ചൊരു വെളിപ്പാടും ജ്ഞാനവും ജനങ്ങളിൽ സുവിശേഷിച്ചു. ഇന്നലത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതം എല്ലാ ദിവസവും അത്ഭുതത്തിന് വേണ്ടി ഓടുന്നവരാക്കി നമ്മൾ മാറുവാനല്ല, നമ്മുടെ ബലഹീനതകളെയും ആവശ്യകതകളെയും ഒക്കെ അറിഞ്ഞുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ഇന്നലകളിൽ കർത്താവ് ചില പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കാണും. പക്ഷെങ്കിൽ അതേ സ്ഥലം നീ മനസ്സിലാക്കിക്കൊണ്ട് അത് നിന്റെ തൃപ്തിക്ക് വേണ്ടി ഓടുന്ന ഓട്ടത്തിൻ്റെ അല്ലെങ്കിൽ എത്തിച്ചേരേണ്ടതായി സംഗമിക്കുന്ന കർത്താവിനെ കണ്ടുമുട്ടുവാനുള്ള ഒരു സ്ഥലമായി നീ അത് നിന്റെ മനസ്സിൽ ഗ്രഹിച്ചാൽ കർത്താവ് അവിടെയില്ല, ശിഷ്യന്മാരവിടെയില്ല, കർത്താവ് അവിടെ നിന്ന് മാറിക്കളഞ്ഞു. ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു 23-ാം വാക്യം, എന്നാൽ കർത്താവ് വാഴ്ത്തിയിട്ട് അവർ കൂടി വന്നതായ സ്ഥലത്ത് അവർ വന്ന് നോക്കിയപ്പോൾ യേശു അവിടെ ഇല്ല, ശിഷ്യന്മാരും അവിടെയില്ല. യേശുവിനെ കണ്ടുമുട്ടിയതായ ഒരു സ്ഥലമുണ്ട്, കഫർനഹൂമിൽ. അവിടെ വെച്ച് നിന്നോട് പറയുവാൻ ഒരു സുവിശേഷമുണ്ട്. നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല. ഇന്നലെ വരെ അല്ലെങ്കിൽ പല ദിവസങ്ങൾ ആ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി നീ ഓടി, അത് മതി. എന്നാൽ ഇനിയും നിത്യജീവിങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി ഓടുവാനുള്ള ദിവസങ്ങളാണ് നിന്റെ മുൻപിൽ. അത് മനുഷ്യപുത്രൻ നിനക്ക് തരും. എല്ലാ ദിവസവും നിനക്ക് വേണ്ടി അപ്പം വർദ്ധിപ്പിക്കുന്നതല്ല കർത്താവിൻ്റെ ജോലി. നിന്നെ നിത്യജീവങ്കിലേക്ക് നിലനിർത്തുന്നതായ ഒരു ഉപദേശം, ഒരു വാക്ക്, ഒരാത്മാവിൻ്റെ ഒരു പ്രവൃത്തി നിന്റെ ഹൃദയത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ സ്ഥാപിക്കുമ്പോൾ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരും. ഒരിക്കലും വിശക്കാത്ത, ഒരിക്കലും ദാഹിക്കാത്ത, എത്ര കഷ്ടതയുണ്ടെങ്കിലും, എത്ര വിശപ്പുണ്ടെങ്കിലും, എത്ര ദാഹമുണ്ടെങ്കിലും ക്രിസ്തുവിന് വേണ്ടി പാടുപെടുന്ന സഹിക്കുന്ന ഒരു കൂട്ടം ജനമായി നിന്നെ മാറ്റുവാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിന് കഴിയും. ആ ദൈവസ്നേഹത്തെ കാണുവാൻ നിന്റെ ഹൃദയത്തെ തുറക്കുമെങ്കിൽ, നിന്റെ കണ്ണുകളെ തുറക്കുമെങ്കിൽ ഈ പ്രഭാതം നിന്റെ മുൻപിൽ പ്രത്യാശയും അനുഗ്രഹവും വാഗ്ദാനം ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു.